ശരി, ഞാൻ ഫാദർ ടോം ഒലിക്കരോട്ടിലേക്ക് പോകുന്നു. ഫാദർ ടോം ഒലിക്കരോട്ട് സീറോ മലബാർ സഭയുടെ പ്രതിനിധിയാണ്, വക്താവാണ്, PRO ആണ്. ഫാദർ ടോം ഒലിക്കരോട്ട്, ഇപ്പോൾ വന്നിരിക്കുന്ന ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് തുടങ്ങേണ്ടതുണ്ട്. അവിടെ സഭയെ സംബന്ധിച്ച് അവിടെ കന്യാസ്ത്രീകൾക്ക് സഭാവസ്ത്രം ധരിച്ചു പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥ, അല്ലാതെ വീടുകളിൽ പ്രാർത്ഥനകൾ നടത്താൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയാണ് അവിടെ നിന്നുമുള്ള ഫാദർ തന്നെ രാവിലെ പ്രതികരിച്ചത്. അവിടെ ഭയത്തിൻ്റെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു. പുറത്തേക്ക് വരാൻ, പ്രതികരിക്കാനൊക്കെ ഭയപ്പാടുള്ളൊരു സാഹചര്യമാണ്. ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിയും ബജ്രംഗ് ദൾ പ്രവർത്തകർക്ക് എല്ലാ പിന്തുണയും നൽകുകയാണ്. അവർ അവിടെ നിയമം നടപ്പാക്കാൻ ഏൽപ്പിക്കപ്പെട്ടവരാണ് എന്ന മട്ടിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഇനി എവിടെ നിന്നാണ് നിങ്ങൾ നീതി പ്രതീക്ഷിക്കുന്നത് ഫാദർ? ശ്രീമതി സ്മൃതി, ആദ്യമേ തന്നെ മാധ്യമങ്ങളുടെ ഒരു ജാഗ്രതയ്ക്കും സഹായത്തിനും ഞാൻ നന്ദി പറയുകയാണ്. ഞാനിപ്പോൾ അങ്കമാലിക്കടുത്ത് എളവൂരുള്ള സിസ്റ്റർ പ്രീതി മരിയയുടെ വീട് സന്ദർശിച്ച ശേഷം തിരിച്ചു വരികയാണ്. വൃദ്ധരായ രോഗികളായിട്ടുള്ള 2 മാതാപിതാക്കന്മാർ, അവരിൽ അമ്മ ഹൃദ്രോഗിയാണ്, അപ്പൻ അതുപോലെ തന്നെ രോഗിയാണ്. അവരുടെ ദൈന്യത ഉള്ള ആ മുഖം, മകളെ ഓർത്ത് ആകുലപ്പെടുത്തുന്ന മുഖം, അതൊരു വലിയ വേദനയായിട്ട് എൻ്റെ ഉള്ളിലുണ്ട്. രണ്ടാമത്തെ സിസ്റ്റർ വന്ദന എൻ്റെ സ്വന്തം നാട്ടുകാരിയാണ്, കണ്ണൂർ ജില്ലയിലെ ഉദയഗിരി പ്രദേശത്തുള്ള ഒരേ നാട്ടുകാരാണ്. അപ്പോൾ ഇത് ഈ 2 വ്യക്തികളുടെയും അവരുടെ കുടുംബങ്ങളെയും അടുത്തറിയുന്ന ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. നമ്മുടെ ഇന്ത്യ, നമ്മളെന്താണോ കഴിഞ്ഞ പതിറ്റാണ്ടുകൾ കൊണ്ട് സ്വതന്ത്ര ഭാരതം ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുകയും രാഷ്ട്രനിർമ്മിതിക്ക് വേണ്ടി നിസ്വാർത്ഥമായിട്ട് അധ്വാനിക്കുകയും ചെയ്തത്, ആ ലക്ഷ്യത്തിൽ നിന്ന് എവിടെയോ നമുക്ക് മാർഗഭ്രംശം വരികയും ചില ആൾക്കൂട്ടങ്ങളും ചില സങ്കുചിത താല്പര്യമുള്ള പ്രസ്ഥാനങ്ങളും നമ്മുടെ ഭരണഘടനയ്ക്ക്, മഹത്തായ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് മീതെ വളർന്നു നിൽക്കുകയും അത് ന്യൂനപക്ഷങ്ങളെ, ബലമില്ലാത്തവരെ ഭീഷണിയുടെയും കയ്യൂക്കിൻ്റെയും ബലത്തിൽ വീണ്ടും പാർശ്വവൽക്കരിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം സങ്കടകരമാണ്. നമ്മളിങ്ങനെ ഒരു ഭാരതത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ സ്വപ്നം കണ്ടതും അധ്വാനിച്ചതും. നമ്മുടെ സമർപ്പിതർ, മിഷണറിമാർ, സന്യസ്തരൊക്കെയും ഭാരതത്തിൻ്റെ പരക്കെ ഉത്തരേന്ത്യയുടെ വിദൂര ഗ്രാമങ്ങളിൽ മനുഷ്യരാണെന്ന് പോലും തിരിച്ചറിവില്ലാത്ത ആളുകളുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് മതം മാറ്റാനല്ല, അവരെ മനുഷ്യരാക്കാൻ വേണ്ടിയിട്ടാണ് നീണ്ട പതിറ്റാണ്ടുകൾ നിരന്തരം നിതാന്തം പരിശ്രമിച്ചുകൊണ്ടേയിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്ര നിർമ്മിതിക്ക്, സമൂഹ നിർമ്മിതിക്ക് നിർബാധം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് നേരെ ഇങ്ങനെ ഒരു പ്രതികൂലമായൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ പതിറ്റാണ്ട് കൊണ്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യം, അത് ബ്രിട്ടീഷുകാരിൽ നിന്നാണെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിന് ഇനി നമ്മൾ ഏതേത് വർഗീയ ശക്തികളുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരുമെന്നുള്ള സങ്കടത്തിലും ആകുലതയിലുമാണ് ക്രൈസ്തവ ന്യൂനപക്ഷമുള്ള അടക്കമുള്ള ഇന്ത്യയിലെ ആളുകൾ. നമ്മളിനി ഏതേത് ശക്തികളോടാണ് ഇനി സമരം ചെയ്യേണ്ടി വരുന്നത്, നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഇന്ന് ക്രൈസ്തവ സഭകളുടെ മുമ്പിലുള്ള ആശങ്ക. ഇവിടെ ഒരു രാഷ്ട്രീയപരമായ വിലപേശലിനോ കുറ്റപ്പെടുത്തലിനോ അല്ല, അത് ഇങ്ങനെയുള്ള പോഷക സംഘടനകൾ, തീവ്ര വർഗീയ ചിന്തകളുള്ള ആളുകൾ, അതെല്ലാ വിഭാഗങ്ങളിലും നമ്മളിന്ന് വളർന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവരെ യഥോചിതം നിയന്ത്രിക്കുകയും അങ്ങനെയുള്ള അപകടകരമായ പ്രവണതകളെ കർശനമായി നേരിടുകയും ചെയ്യാനുള്ള ഒരു ഇച്ഛാശക്തി നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഉണ്ടാകണമെന്നുള്ളതാണ് സീറോ മലബാർ സഭയ്ക്ക് ഇവിടെ ആവശ്യപ്പെടാനുള്ളത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.